നമസ്കാരം. സിനിമാ താരം സന്തോഷ് കെ നായർ കഴിഞ്ഞ ദിവസമാണ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വന്നു. അവിടെ ഏറ്റവും അധികം നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചത് ഒരു വ്യക്തിയിലേക്കായിരുന്നു. ഈ സന്തോഷ് എന്ന വ്യക്തിയുടെ, മരണപ്പെട്ട ആളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു അച്ഛനാണ് എന്ന് കരുതുന്നു. പ്രായമുള്ള ഒരു വ്യക്തി. അദ്ദേഹം വയറ്റത്തടിച്ചാണ് കരയുന്നത്. തനിക്ക് അന്ന് വരെ അന്നം തന്നുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് മരണപ്പെട്ടു, അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുന്ന അദ്ദേഹത്തെ കണ്ടു. ബന്ധം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, രക്തബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിനെ അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോൾ നല്ലൊരു സുഹൃത്താണ് സന്തോഷ് എന്ന് പറയാൻ കഴിയുമായിരിക്കും, നല്ലൊരു ബിസിനസ് പങ്കാളിയാണ് എന്ന് പറയാൻ കഴിയുമായിരിക്കും, നല്ലൊരു സിനിമാ നടനാണ് എന്നുകൂടി ഓർത്തെടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ലാതെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒന്ന് ഓർത്തോർത്ത്, അല്ലെങ്കിൽ അത് ഓർമ്മിച്ച് വാവിട്ട് നിലവിളിക്കുന്ന, മുകളിലേക്ക് നോക്കി ദൈവത്തിനോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വ്യക്തിയെ കണ്ടു. എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു കാഴ്ചയായിരുന്നു. ഇത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതിനിടയിലും ആരും അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി ആ ഭൗതിക ശരീരം കാണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അദ്ദേഹം വില കൂടിയ ഡ്രസ്സുകളൊന്നും ധരിച്ചിട്ടില്ല. എല്ലാവരും കണ്ടാൽ സല്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മുണ്ടഴിച്ചിട്ട് മര്യാദ കൊടുക്കുന്ന, അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്ങുകളൊന്നും, നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത് പോലെയുള്ള വേഷവിധാനങ്ങളൊന്നും ചമയങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയത്. പക്ഷേ കുറേ ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിനെ ഒപ്പിയെടുത്തു, അതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു. ആ ഒരു വികാര പ്രകടനം അത് നമ്മുടെ എല്ലാ മനസ്സിനെ വല്ലാതെ തൊട്ടിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കുമെന്ന്. ഞാനിതിൽ പറഞ്ഞു വരുന്നത്, ഒരാളുടെ മനസ്സിലൊക്കെ ഇടം നേടി, ഒരുപക്ഷെ സന്തോഷ് എന്ന വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇത്രത്തോളം ഒരു തിരിച്ചറിവുണ്ടായി കാണില്ല. ഇദ്ദേഹം എൻ്റെ മരണശേഷം ഇത്രയും വികാര പ്രകടനം നടത്തും, അല്ലെങ്കിൽ എൻ്റെ മരണം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ആളുകളുടെ കൂടെ പ്രധാന വ്യക്തിയായി ഇദ്ദേഹവും ഉണ്ടായിരിക്കുമെന്നൊന്നും ചിന്തിച്ച് കാണില്ല. നമ്മളിങ്ങനെ ആളുകളുടെ മനസ്സിൽ ഇടം നേടി യാത്രയാകുമ്പോഴാണ് ആ യാത്രയ്ക്കൊരു അർത്ഥമുണ്ടാകുന്നത് തന്നെ, അല്ലേ? മറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, മറ്റൊരു സാധനവും നമ്മുടെ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ വരുന്ന കണ്ണുനീരിൻ്റെ അളവ്. ആ കണ്ണുനീർ എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എത്രത്തോളം മൂല്യമുള്ള ആളായിരുന്നു എന്ന് നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം നേടണം, എല്ലാം എനിക്ക് മാത്രം, എല്ലാം എൻ്റെ കുടുംബത്തിന് മാത്രം, എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ വയറിന്, എൻ്റെ സുഖത്തിന് എന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ കുറച്ച് ആളുകൾ കൂടും, പക്ഷെ ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എല്ലാവരും വന്ന് നിന്ന് കഷ്ണമായി പോയി, അകാലത്തിലാണ് മരിച്ചതെങ്കിൽ ഇത്രയും പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊന്ന് നെടുവേർപ്പിട്ടിട്ട് എല്ലാവരും പോകും. പക്ഷേ ചിലരുടെ ഹൃദയത്തിൽ വേര് ഇറക്കിയ മനുഷ്യരുണ്ട്. അവർ വേരിറക്കിയിട്ടുള്ളത് തങ്ങളുടെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടുമായിരിക്കും. ചില ആളുകളുടെ ഇടപെടലുകൾ എത്ര നാൾ കഴിഞ്ഞാലും, ഒരുപക്ഷെ അവരെ ഒരിക്കലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ, ഒരിക്കലേ അവരുമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ എങ്കിലും നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ആളെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അവർ നമ്മളോട് കാണിച്ച പെരുമാറ്റം, നമ്മളോട് ഇടപെട്ട രീതിയായിരിക്കും ആദ്യം നമ്മൾ ഓർക്കുന്നത്. മരണത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഏത് സമയവും ആരുടെ ജീവിതത്തിലേക്കും കടന്നു വരാം. പക്ഷേ അതിനുശേഷം, മരണത്തിന് ശേഷം നാം ബാക്കി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളെയാണ്, ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളാണ്, ഇങ്ങനെയുള്ള ചില വികാരങ്ങളാണ് എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന, ഉതകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണിത്, ഒരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ട് ആ മനുഷ്യന് താങ്ങാൻ പറ്റാതെയായിരിക്കും അങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് കിടന്ന് ഉരുളണോ, അവിടെ കിടന്ന് ഓടണോ, എന്ത് ചെയ്യണം. ഇന്നലെ വരെ താൻ കണ്ടുകൊണ്ടിരുന്ന തൻ്റെ അന്നദാതാവാണ്, തന്നെ ചേർത്ത് പിടിച്ച, ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹത്തെ സഹായിച്ച മനുഷ്യനായിരിക്കും പെട്ടെന്ന് വിട പറഞ്ഞു പോയത്. അപ്പോൾ ആ ഒരു നന്ദിയും സ്നേഹവും ആ വേർപാടിൻ്റെ വേദനയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്.
ജീവിച്ചിരുന്നത്. ആ സമയത്ത് അതൊന്ന് കൃത്യമായിട്ട് ആ വികാരത്തെ കൈകാര്യം ചെയ്യാൻ അവിടെ ആരും ഇല്ലാതെയായി പോയി എന്നതും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ സ്റ്റാറ്റസ് നോക്കിയാണ് പരിഗണനകൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മരണ വീടുകളിലും അങ്ങനെ തന്നെയാണ്. മരണ വീടുകളിലാണെങ്കിലും കല്യാണ വീടുകളിലാണെങ്കിലും ചിലർ തഴയപ്പെടുന്നത് നമ്മുടെയൊക്കെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന കൊടുക്കത്തില്ല, അവരോട് ചെന്ന് സംസാരിക്കില്ല, അവരെ വേണ്ട പോലെ ആതിഥ്യ മര്യാദ കാണിച്ച് സ്വീകരിക്കില്ല. പക്ഷേ മറ്റു ചിലരോട് കൂടുതൽ വിധേയത്വം കാണിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ നടക്കുന്നു, അവർക്ക് വേണ്ടത് കൊടുക്കുന്നു. ഇതെല്ലാം സ്റ്റാറ്റസിൻ്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. എന്ത് സ്റ്റാറ്റസ് ആണ് അല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം ഒറ്റ സ്റ്റാറ്റസേ ഉള്ളൂ, ശവം. അത്രയേ ഉള്ളൂ. ഇന്നലെ വരെ ആളുകൾ ഇന്ന ആളുടെ പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ സന്തോഷിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞവർ മരണപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷിൻ്റെ ബോഡി കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ബോഡി കാണാൻ പോകുന്നു, ഡെഡ് ബോഡി കാണാൻ പോകുന്നു എന്നേ പറയുള്ളൂ. നമുക്കതിന് ശേഷം യാതൊന്നുമില്ല, യാതൊരു വിലയുമില്ല, യാതൊരു റോളുമില്ല. ആ സമയത്ത് കുറേ ആളുകളുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ ഓർമ്മകളും നമ്മളെ ഓർത്തുള്ള ബുദ്ധിമുട്ടുകളും നിറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യവുമല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളുടെ മരണശേഷം കൂടുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ച് അറിയാം അദ്ദേഹം എങ്ങനെയായിരുന്നു മറ്റുള്ളവരോട് ഇടപെട്ടിരുന്നത് എന്ന്, അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന്. നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കണക്കിന് വെറുതെയാണ്. കുറേ പേരുടെ പുഞ്ചിരി പോകുമ്പോൾ കൊണ്ടുപോകുന്നവരുണ്ട്. ചിലരുടെ മരണത്തിന് ശേഷം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ചിരിക്കാറ് പോലുമില്ല, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ പുഞ്ചിരി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു ഓർമ്മയായി, അല്ലെങ്കിൽ എല്ലാവരും ഓർക്കുമ്പോൾ അത് വേണ്ടായിരുന്നു, ആ മനുഷ്യൻ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ പോകണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാന്നിധ്യം സമൂഹത്തിൽ ഉറപ്പിക്കുക, ആ രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ആക്സിഡൻറ്റിലൂടെ, അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിലൂടെയാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം ഇത്തരം ഒരു രംഗം, നന്ദിയുള്ള വൈകാരികമായ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും ഒരുപക്ഷെ കാണാൻ സാധിച്ചത്, നമുക്കെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലത് ചെയ്യുക. മരണപ്പെട്ടതിന് ശേഷം ഒരിക്കലെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുള്ള ആളിൻ്റെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മകൾക്കും നമ്മുടെ പെരുമാറ്റത്തിനും സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവിതം ഏറെക്കുറെ വിജയമായെന്ന് പറയാം. ഏതായാലും സന്തോഷ് ഏട്ടന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.